പോട്ടെ ഞാൻ പറഞ്ഞുതരാം. താഴെ കൂടെ എടുത്തു. പോട്ടെ ഞാൻ പറഞ്ഞുതരാം. പോട്ടെ. എല്ലാം വെള്ളമായിരിക്കും. ചോട്ടാ വണ്ടിയാണല്ലേ പോലെ. നമ്മൾ അന്ന് പോയത് ഇതുവഴിയാ പോയത്. നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് കയറി കഴിഞ്ഞാൽ സീപോർട്ട് ട്രാഫിക്കിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്ന കഥകളൊക്കെ നിന്റെ കൂട്ടുകാരൻ വിമൽ രാജ് ഇട്ട് കൊടുക്കാൻ കള കാണിക്കുന്നത് കാര്യം എന്താ ഇവനീ വരത്തന്മാരുമായിട്ടുള്ള കമ്പനിയാണ്. വീഡിയോ എടുക്കുക. നല്ലൊരു പാട്ട് പാടല്ലേ? ഈ പാട്ടൊന്നുമല്ല, നീ എവിടെങ്കിലും വല്ല കഴിക്കാനുള്ള ഒരു ബിയർ പാലോട് എടുത്തിരിക്കും. അതാ നോ പ്രോബ്ലം. അവിടെ ഒരു 2 ബിയർ ഒരു കോടാത്തിലും കീറുന്നില്ല. അല്ല പിന്നെ വീഡിയോ എടുക്കുക. ഇവര് പാട്ട് നല്ല പാട്ട് പറയും, പക്ഷെ കാക്കാപ്പാട്ട് പാടും. ഈ മഴയാണല്ലോ ഒരു സുഖം തന്നെ ഇല്ലയോ? ചൂടത്തോട്ട് പോവാ. അത് കൊടും ചൂട്. നീ ഈത്തപ്പഴം തിന്നാൻ പോകണം. അവിടെ പഴുക്കുന്ന ജൂൺ ജൂലൈ ആഗസ്റ്റില് ഞങ്ങളിവിടെ കപ്പലണ്ടി ഒക്കെ തിന്നു. നിങ്ങളൊക്കെ ഞാനും വരുവടാ, തിരിച്ചു വരും. ഒക്കെ വറുത്ത് ബിൽഡിംഗ് അതേ സെയിം ബിൽഡിംഗ്. ഈ ഒരു 2-3 വരവന്റെ കാശ് സേവ് ചെയ്യാമെങ്കിൽ ഓക്കെ. ഞാൻ പറയുന്നത് നാട്ടിൽ സെറ്റിൽ ആകാനുള്ള നാട്ടുകാരെ കണിപ്പിക്കാൻ നടക്കാം. എനിക്ക് വലിയ താല്പര്യമില്ല, പോകുന്നില്ല. എനിക്ക് പറയാൻ പോയി സെറ്റിൽ ആകുക നാട്ടില്. എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കി നിൽക്കുക, ജീവിക്കുക, അത്രേ പറയാം. ആയിക്കോട്ടെ. ഇനി ആരുണ്ട് നിന്റെ ബാപ്പിച്ച ഉണ്ടെന്ന് പറഞ്ഞാലും നീ കൊച്ചി വന്നെന്ന് പറഞ്ഞാൽ അവര് മുങ്ങി വിടുന്നു. ഇല്ലടാ, ഇവൻ കൊച്ചിയിൽ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ലൈറ്റും കിട്ടും. അതിപ്പോ നമുക്ക് കാണാം. ലൈറ്റ് ഫ്രണ്ട് കാണാം. എനിക്ക് ഫ്രണ്ട് കുഴപ്പമൊന്നുമില്ലടാ. അല്ല കാണാം, നമുക്ക് കാണാം. എന്താ മഴയാളിയാ. നിക്ക് ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്തില്ലെങ്കിൽ പിന്നെ ഇതൊന്നും കിട്ടുകയില്ല. ഈ ഒരു 55 ഡിഗ്രി ചൂടും ഈത്തപ്പഴം കഴിക്കാം. ഒരു മിനിറ്റ്, നീ ആ കൈ ഇവന്റെ കൈ അവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ആരും പറഞ്ഞു ഒഴിക്കാനാ? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് പുറകെ കണ്ടില്ല. ഞാൻ ഫ്രണ്ടിലത്തെ വണ്ടി കണ്ടോട്ടോ ഞാൻ ചവിട്ടിയത്. നിങ്ങൾക്ക് അവിടെ കിടന്ന കുത്തി, ഞാൻ ഇവിടെ കിടന്ന കുത്തി. 2-3 ഒറ്റ എന്തോ ബാത്റൂമിടെ ഇല്ല. ഈ പാലം കാണിക്കത്തില്ല. ഇന്ത്യ വിഷന്റെ ഉണ്ടായിരുന്നു. മനോരമ ശരിയാ. അല്ല 24 അല്ലേ? ഇവിടുത്തെ ബിൽഡിംഗ് ഒരെണ്ണം കൂടെ പൊട്ടിക്കാണോ? അത് കളയോ? അന്ന് വന്നായിരുന്നു, ഇപ്പൊ ഇല്ലത്. അല്ല, അതിനകത്ത് ആൾക്കാർ താമസിക്കുന്നില്ല. പിന്നെ ഇന്നത്തെ ഇത് അന്ന് ഒരു ബലക്ഷേത്രം ഇവിടെ ഒരു 5-6 പൊട്ടിച്ചില്ല. അതെല്ലാം അടിച്ചു കളഞ്ഞത്. മുളകോന്ന് പറഞ്ഞ താഴോട്ട് വന്നോ? അതാണ് കളഞ്ഞത്. നമ്മളെ ടി വിക്കകത്തൊക്കെ അടി താഴോട്ട് ആ വെള്ളം ഇങ്ങനെ കാണുന്നത് റൈറ്റ് സൈഡ് റെയിൽവേ സ്റ്റേഷന് ഇപ്പുറത്തെ വാർക്കും. എത്ര 2 കിലോമീറ്റർ
2 കിലോമീറ്റർ ഉണ്ട് ബൈപ്പാസ്. ഉണ്ടെന്ന് തോന്നടാ, 2 കൂടുതലുണ്ട്. ഏരിയയിലൊക്കെ ആ വെയില് പഴുത്തുണ്ട്. നമ്മുടെ ഇപ്പൊ ഇതേപോലെ ഗൾഫിൽ പോകുന്നോട്ടില്ലയോ? ഈ ഇതിനെ കൊണ്ട് പോയപ്പോ നമ്മള് ഗൾഫിന്റെ ഒക്കെ അടുത്ത് പോകുന്നതായിട്ട് പിന്നെ ആര് പറഞ്ഞു തിരയില്ലെന്ന് തോടെ പതച്ചു 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 വരുന്നുണ്ടോ? കറുത്ത് കിടക്കുക വെള്ളം. എവിടെ ഇതൊക്കെ ഉടക്കത് വടക്കാട്ടോ? കാറ്റാടി കണ്ടോ? നല്ല രസം. അടിച്ചു കയറിയൊരു കേട്ടോ. അവിടെ ഒറ്റ ഫീലില്ല. അത് വെളി കയറിയിട്ട് നോക്കുന്നത് പാർക്കല്ലേ അണ്ണാ? ഇതിലോ ഇല്ല സിഗ്നൽ ഉണ്ടല്ലോ. ഇതാണെങ്കിൽ മഴ പോലെ തുടങ്ങും കേട്ടോ. ആ കടലിൽ ആര് പറഞ്ഞു നോക്കി ഒറ്റ വെള്ളം എത്ര ദിവസത്തിന് ശേഷം ഒരിച്ചിരി വെയില് കാണുന്നത് ഇല്ല. അത് നാശോണ്ടാക്കാനുള്ള വെയില. ഇന്നലെയൊക്കെ ആയിരുന്നു അലമ്പായിരുന്നു. ഇതിന്റെ അടി കൂടെ ഈ ചെറിയ റോഡ് കൂടെ ഉണ്ടോ? ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 6690. കേറട്ടെ, ഇങ്ങോട്ട് കേറട്ടെ. കടപ്പാലത്തിന്റെ ഇപ്പൊ കിട്ടും. കമ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അസ്ഥികുളം മാത്രമേ ഉള്ളൂ. അതായത് കടൽപ്പാലം അല്ലല്ല അതേടാ, അതാ കടൽപ്പാലം. മറ്റേ അളിയന്മാര് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇട്ടോ? ഇവിടെ പാർക്കിന്റെ അവിടെ ഉള്ളതാടാ ഇത്. മാർഗാണോ? പിന്നല്ലാണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇട്ടോ? മറ്റേ ഇതൊക്കെ കണ്ടില്ലേ? മരം ഇതൊക്കെ നമ്മളെ പൊളിച്ചല്ലേ പറ്റത്തുള്ളൂ. വെള്ളം പോകത്തില്ല അതിന്റെ അടി കൂടെ. വെള്ളം പൊങ്ങി കഴിഞ്ഞു രണ്ടാമത് പൊളിക്കണത്. എന്തൊരു തെമ്മാടി തരുന്നത്. അപ്പൊ ഇതുവരെ നാട്ടുകാരും കണ്ടില്ലായിരുന്നു അവിടെ. എന്നാ അതിന്റെ അടി കൂടെ ഈ മീൻപിടുത്തക്കാരുടെ വെള്ളം ഉണ്ടല്ലോ, അത് പോകത്തില്ല. പണിഞ്ഞേക്കുന്നതിന് ഇപ്പൊ പണിഞ്ഞേക്കുന്നതിന്റെ അടി കൂടെ. ഏത് മറ്റേ ചെറുത് നടന്നു പോകാനുള്ളത് അതാണോ? അതാ പുതിയത് പണിഞ്ഞേന്? പുതിയത് പണിഞ്ഞേക്കുന്നതിന്റെ ആണെന്ന് തോന്നുന്നു. അല്ലല്ല ചുമ്മാ പറയുന്നത്. അതൊക്കെ നല്ല ഹൈറ്റില്ല. ഈയിടെ അല്ല എന്താണെന്നറിയോ, നടന്നു പോകാനുള്ള സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോ അതാണ് ഒരു നീല കളറിൽ ഉണ്ടാക്കിട്ട്. എന്നാ പിന്നെ അതായിരിക്കും. നടന്നു പോകാനും അതുകൊണ്ട് മറ്റൊരു വാരി കൂട്ടാൻ തുടങ്ങി കേട്ടോ. മാഫിയക്കാർ വീണയുടെ അവിടെ വീശ ഉണ്ടോ? വേറെ വീണയുടെ വണ്ടി കൊണ്ട് കിടക്കുന്നത്. ഈടെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് ഒരു വള്ളം വന്ന് ഈ മീൻപിടുത്തക്കാരുടെ ആ വള്ളം തെക്കത്തപ്പഴ വഴി കയറി വന്നപ്പോഴേ അവസാനം